പ്രതീക്ഷയും സസ്പെൻസും നിരാശയും എല്ലാം സമ്മാനിച്ചാണ് മെയ് മാസ ബോക്സ് ഓഫീസ് കടന്നുപോയത്. മെയ് മാസത്തിൽ ആദ്യം റിലീസിനെത്തിയത് ഡിജോ ജോസ് ആന്റണിയുടെ നിവിൻ ചിത്രം മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ നിതിൻ മോളി എന്ന എക്സ്റ്റൻഡഡ് ക്യാമിയയിലൂടെ തിരിച്ചുവരവിന്റെ ഒരു പ്രതീക്ഷ എന്ന നിവിൻ മലയാളി ഫ്രം ഇന്ത്യയിലൂടെ ഒരു ഹിറ്റ് തരും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഹിറ്റ് ചിത്രമായ ജനഗണമനയ്ക്ക് ശേഷം ഡിജോ ജോസ്, ഷാരിസ് മുഹമ്മദ് ടീം ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിലും പ്രതീക്ഷകളേറെയായിരുന്നു. പക്ഷേ സിനിമയുടെ റിലീസിന് പിന്നാലെ വിവാദങ്ങളും വന്നു. തിരക്കഥാ മോഷണം ആരോപിച്ച് തിരക്കഥാകൃത്ത് നിഷാദ് കോയ രംഗത്ത് വന്നത് സിനിമയെ നെഗറ്റീവായി തന്നെ ബാധിച്ചു. റിവ്യൂസിന്റെ ഇടയിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത്. പലരും ഒരു കോമഡി സിനിമയായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഭേദപ്പെട്ട പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചെങ്കിലും ചിത്രത്തിന് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായില്ല. പിന്നാലെ എത്തിയ ടൊവിനോയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രം നടികർ തിയേറ്ററിൽ തകർന്നടിയുന്നതാണ് കണ്ടത്. വലിയ ക്യാൻവാസിൽ വലിയ താരനിരയിൽ ജീൻ പോൾ ലാൽ ഒരുക്കിയ ചിത്രം പക്ഷേ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. മികച്ച ഫ്രെയിമുകളും ഹെവി മേക്കിങ്ങുകളൊക്കെ ആയിരുന്നെങ്കിലും സിനിമയുടെ കഥ പ്രേക്ഷകനുമായി കണക്റ്റ് ആയില്ല. 10 കോടിക്ക് താഴെയായിരുന്നു സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. ജയ ജയ ജയയ്ക്ക് ശേഷം വിപിൻ ദാസ് ഒരുക്കിയ ഗുരുവായൂരമ്പല നടയിലായിരുന്നു മെയ് മാസത്തിൽ ആദ്യ ഹിറ്റ് കൊണ്ടുവന്നത്. പൃഥ്വിരാജ്, ബേസിൽ, അനശ്വര, നിഖില വിമൽ തുടങ്ങിയവർ അണിനിരന്ന ചിത്രം 90കളിലെ കോമഡി സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എന്റർടൈനർ ആയിരുന്ന ചിത്രം നിലവിൽ 85 കോടിയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. 100 കോടി നേടുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം. ഏറെ പ്രതീക്ഷകളോടെ എത്തിയ മമ്മൂക്ക വൈശാഖ് ടീമിന്റെ ആക്ഷൻ മൂവി ടർബോക്ക് മിക്സ്ഡ് റിവ്യൂസാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ലഭിച്ചത്. തിരക്കഥയുടെ വീക്ക്നെസ് ആയിരുന്നു എല്ലാവരും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. മമ്മൂക്കയുടെ ആക്ഷൻ രംഗങ്ങളും ചേസ് സീനും ഒക്കെ ഏറെ പ്രശംസിക്കപ്പെട്ടു. ചിത്രം നിലവിൽ 80 കോടിയോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുണ്ട്. 100 കോടിയിൽ എത്തുമോ എന്നത് വരും ദിവസങ്ങളിലെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും. ടർബോക്ക് പിന്നാലെ എത്തിയ ജിസ് ജോയി, ആസിഫ് അലി, ബിജു മേനോൻ ടീമിന്റെ തലവൻ ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു. വലിയ ഹൈപ്പോ ഒന്നും ഇല്ലാതിരുന്ന സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കത്തിക്കേറുകയായിരുന്നു. ഈയടുത്തിറങ്ങിയ മികച്ച ത്രില്ലർ ചിത്രം എന്ന വിശേഷണം സിനിമയ്ക്ക് കിട്ടി. ആസിഫ് അലിയുടെ കംബാക്ക് രേഖപ്പെടുത്തിയ സിനിമ മികച്ച കളക്ഷനുമായി തിയേറ്ററിൽ തുടരുകയാണ്. ഈ പറഞ്ഞ ചിത്രങ്ങൾക്ക് പുറമെ അനാർക്കലി മരക്കാർ, അൽത്താഫ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മന്ദാകിനി, വിനയ് ഫോർട്ട് മജു ടീമിൻ്റെ പെരുമാനി, ഷാജോൺ പ്രധാന വേഷത്തിലെത്തിയ സി രാമചന്ദ്രൻ എന്നീ സിനിമകൾക്ക് മികച്ച അഭിപ്രായം നേടാനായെങ്കിലും ബോക്സ് ഓഫീസിൽ അധികം മുന്നേറാൻ പറ്റിയില്ല. എന്നാതാൻ കേസുകൂട് എന്ന സിനിമയിലെ സുരേഷൻ, സുമലത എന്നീ കഥാപാത്രങ്ങളെ പ്രധാന റോളുകളിൽ കൊണ്ടുവന്ന സ്പിൻ ഓഫ് ചിത്രമായ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയ്ക്ക് മികച്ച അഭിപ്രായം നേടാനായില്ല. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ നിരാശയാണ് സമ്മാനിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മികച്ച ചിത്രങ്ങളും അത്യാവശ്യം കളക്ഷനും ഒക്കെ നേടിത്തന്ന മാസം തന്നെയായിരുന്നു മെയ്. ചില നല്ല ചിത്രങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടാതിരുന്നത് ഒരു നിരാശയാണ്. മെയ് മാസത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ചിത്രം ഏതാണ്? കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.